ഹായ്, ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് എടുക്കാൻ തീരുമാനിച്ചു. ഇന്നലെ പെട്ടെന്ന് ധൃതിയായിപ്പോയി കേട്ടോ. കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇന്നിപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അവിയൽ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. കൂട്ടാനുണ്ടാക്കാമെന്ന് കരുതി. നിങ്ങളൊക്കെ എല്ലാം വെച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണുമെന്ന് കരുതുന്നു. എന്നാൽ ഞാൻ അവിയൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ കൊല്ലം സൈഡിലൊക്കെ അവിയൽ ഉണ്ടാക്കുമ്പം നമ്മൾ തൈര് ഒഴിക്കാറില്ല. അതേസമയം കോട്ടയം സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ അവിയൽ ഉണ്ടാക്കുമ്പോൾ അവർ തൈര് ഒഴിക്കും. തൈര് ഉണ്ടെങ്കിൽ മാത്രമേ അവർ അവിയൽ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളിവിടെ അങ്ങനെയില്ല. പിന്നെ ചിലപ്പോൾ അവിയലിനകത്ത് നമ്മൾ മാങ്ങ ഇടാറുണ്ട്. ഒരു ശകലം മാങ്ങ പുളിപ്പിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് നല്ലതാണെന്ന് പറയും. അല്ലാതെ നമ്മൾ കായും ചേനയും ചേമ്പും പിന്നെ മുരിങ്ങക്കായും എല്ലാം കൂടെ ചേർത്തൊരു അവിയലാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പച്ചക്കറിയിലുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഈ മുറിച്ച് കാ കിട്ടുമല്ലോ, ചൊരക്കയും കുമ്പളങ്ങ അങ്ങനത്തെ എല്ലാം കൂടി ഇട്ടിട്ട് അവിയൽ വെക്കുന്ന ഒരു ഇതുണ്ട്. അത് പച്ചക്കറി മാമരക്കയൊക്കെ ഇട്ടിട്ട്. അല്ലാതെ നമ്മൾ നാടൻ ചേമ്പ് ചേന പിന്നെ കായ മുരിങ്ങക്ക ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ അവിയൽ വയ്ക്കും. അതും നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ മറ്റേ പച്ചക്കറി ഉള്ള അവിയലിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത് ഈ അവിയലിന്. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ അവിയൽ വെക്കുന്നതെന്ന് താഴെ കമൻറ്റ് ഇടണം കേട്ടോ. ഇത് ഞാനിന്ന് ചേമ്പുണ്ട്, കായുണ്ട്, പിന്നെ എന്തോ അതിൻ്റെ പേര് ചീവക്കിഴങ്ങ്. ചില സ്ഥലത്തൊക്കെ കൂർക്ക എന്ന് പറയും. അത് ചില സ്ഥലത്ത് അങ്ങനെ കൂർക്ക എന്ന് പറയുന്നുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരി ആ സൈഡൊക്കെ കൂർക്കയെന്നാണ് പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് ചീവക്കിഴങ്ങെന്നാണ് പറയുന്നത്. ചീവക്കിഴങ്ങ് അത് ഇട്ടിട്ടുണ്ട്. അതിനൊരു നല്ല സ്മെല്ലുണ്ട്, നല്ല മണമാണ്. അത് അവിയലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു അവിയലിനകത്ത് കുറച്ചിടുന്നുണ്ട്. പിന്നെ ഒരു ചേമ്പ് ഇടുന്നുണ്ട്, ഒരു കഷ്ണം ചേനയുടെ ശകലം ഇടുന്നുണ്ട്, പിന്നെ 2 കായ ഇടുന്നുണ്ട്, പിന്നെ 2 മുരിങ്ങക്ക. ഇത്രയും കൂടെ ചേർത്താണ് ഇന്നത്തെ അവിയൽ വെക്കുന്നത്. നാടൻ അവിയലാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ മറ്റേ പച്ചക്കറി വെക്കുന്നുള്ള അവിയലല്ല, ഇത് സാധാരണ നാടൻ അവിയലാണ് വെക്കുന്നത്. തൈരൊന്നും ഒഴിക്കാറില്ല. തൈര് ഒഴിക്കാതാണ് ഞാൻ അവിയൽ ഉണ്ടാക്കുന്നത്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴത്തെ ചൂട് ഭയങ്കര ചൂടടിക്കുകയാണ്. ഇപ്പോഴും എത്ര വെള്ളം കുടിച്ച് അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയമാണ്. ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം എല്ലാവരും കേട്ടോ. പുറത്തിറങ്ങി പോകുന്നവരൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ച്, അതുപോലെ ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാനേ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇനി ഒരു 3, 3:30, 4 മണി വരെ ഒരേപോലെ ചൂടടിക്കുന്നുണ്ട്. എല്ലാ വർഷത്തേക്കാളും ചൂട് ഈ ഭാഗത്തുണ്ട്. കാറ്റടിക്കുന്നുണ്ട്. കാറ്റുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിവിടെ പച്ചക്കറി എല്ലാം കൂടെ നുറുക്കി വെക്കുന്ന സമയത്താണ് നിങ്ങൾ കുറച്ച് നേരം ഇന്നലെയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്നേരം ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് ഇത് അരിഞ്ഞുകൊണ്ട് നിങ്ങളോട്ട് സംസാരിക്കാമെന്ന് കരുതി. അപ്പം ഇതുണ്ട്, രസമുണ്ട്, പിന്നെ ചൂരയായിരുന്നു മീൻ കിട്ടിയത്. അത് കറി വെച്ചിട്ടുണ്ട്, അത് വറുക്കാനും ഉണ്ട്. അത്ര മതി, ഒരുപാട് കറി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ മെനു. എല്ലാവരും ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറൊക്കെ ഉണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണെന്ന് കരുതുന്നു. എനിക്ക് ജോലിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ ഉണ്ടാക്കിയാൽ മാത്രം മതി. അന്നേരത്തേന് എൻ്റെ കറി റെഡിയായി കഴിഞ്ഞു. രസമാണ് ഉണ്ടാക്കിയത്. രസവും പിന്നെ ഈ അവിയലും മീനും. ഓക്കെ, ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. നന്നായിട്ട് എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ നാരങ്ങ ജ്യൂസ്, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. പാഷൻ ഫ്രൂട്ട് എല്ലാവരും ഓരോ തൈ വെച്ച് പിടിപ്പിക്കണം. എല്ലാവരുടെ വീട്ടിലും പാഷൻ ഫ്രൂട്ട് ഒരു തൈ നമുക്ക് ഏതെങ്കിലും ഒരു വെള്ളം വീഴുന്ന സ്ഥലത്തോട്ട് വെച്ചാൽ മതി. പക്ഷേ നല്ല വെയിലുള്ളിടത്തോട്ട് പടർത്തി വിട്ടാൽ മതി. ഇഷ്ടം പോലെ പിടിക്കും. അപ്പോഴതിൻ്റെ ഈ രണ്ട് പാഷൻ ഫ്രൂട്ട് ഒരു ദിവസം 2 എണ്ണം വീതം എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഉപ്പൊഴിച്ച്, നമുക്ക് ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഉപ്പിട്ട് മതി. നമ്മൾ നാരങ്ങ നീര് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ട് നമുക്ക് അടിച്ച് കുടിച്ചാൽ മതി. നല്ല പെട്ടെന്ന് ക്ഷീണം മാറും. നാരങ്ങ വെള്ളത്തിനേക്കാളും നല്ല ടേസ്റ്റാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. പിന്നെ മുന്തിരിങ്ങ, ആപ്പിൾ, ഓറഞ്ച് എന്താ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റുമോ അതൊക്കെ കുടിക്കുക. പിന്നെ തണ്ണിമത്തങ്ങ കിട്ടുവാണെങ്കിൽ അതൊക്കെ വാങ്ങി കഴിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തെ ഈ ചൂട് സമയത്ത് നമ്മൾ രക്ഷിച്ചെടുത്തല്ലേ പറ്റുള്ളൂ. നന്നായിട്ട് ചൂടടിക്കുന്നത്. ഇനി മാർച്ച് ഏപ്രിൽ മാസത്തിലെ ചൂടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അത് ഇതിനേക്കാളും ചൂടായിരിക്കും.
എന്തായാലും പണ്ടൊക്കെ ഉത്തരേന്ത്യയിലും വടക്കേ ഇന്ത്യയിലൊക്കെ ഇത്രയും ചൂട് കണ്ടിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലും നല്ല ചൂട് ഉള്ള കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുക, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കുക. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ. ഇത് ഞാനുണ്ടാക്കിയ അവിയലാണ്. മഞ്ഞളും ഉപ്പും ചേർത്ത് കഷ്ണങ്ങൾ നന്നായിട്ട് വേവിക്കുക. പകുതി വേവാകുമ്പോൾ അല്പം തേങ്ങ, ജീരകം, 2 പച്ചമുളക്, ചുവന്നുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരച്ച് ഈ കഷ്ണത്തിൽ ചേർക്കുക. നന്നായിട്ട് കുറുകി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് വാങ്ങി വയ്ക്കുക. വളരെ രുചികരമായ